ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് വിക്രം വേദയുടെ ആ കേസിൽ നിന്ന് പിന്മാറണം എന്ന് വാശിയിടിക്കുമ്പോൾ വേദ പറയും ശ്രീകാര്യൻ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ആദ്യം അവസാനിപ്പിക്കുക. വിക്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചോളാം. എന്താ കഴിയോ? ഇത് കേൾക്കുന്ന വിക്രമിന് ദേഷ്യം വരും. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ദേഷ്യത്തോടെ എടുത്ത് വലിച്ചെറിയണേ. വേദ പറയും ശരണം വിളിച്ച് ക്ഷമയോട് കൂടിയിരിക്കോ, ഈ സമയത്ത് ആത്മ സമീപനം പാലിക്കോ, ദേഷ്യം നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇവിടുന്ന് പോവാണേ. വിക്രം ദേഷ്യം ഇങ്ങനെ വരുന്നത് കടിച്ചമർത്തി നിൽക്കാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ദീപ്തി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് ശ്രീജയും വിഷവും കൂടെ വരികയാണ്. ആദ്യം നല്ല സ്നേഹത്തോടു കൂടെ വിശേഷങ്ങൾ സംസാരിക്കും. ശ്രീജയ്ക്കും ബസ്സിനകത്ത് നിൽക്കണോ ദീപ്തി? ദീപ്തി അറിയും അല്ല, ഒരാൾ ബൈക്കായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളെ കാത്തിക്കുക. നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? വിശ്വം പറയും ഞങ്ങളെങ്ങോട്ടും ഇല്ല, വെറുതെ. ദീപ്തിക്കും വെറുതെയോ? വെറുതെ രണ്ടാള് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കേ. ശ്രീജ പറയും ഞങ്ങൾ ദീപ്തി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അത് പറ, വേദയച്ചി പറഞ്ഞയച്ചാന്ന് കൂടി പറഞ്ഞ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. വിശ്വം പറയും ഞങ്ങൾ മോളെ കാണാൻ വന്ന കാര്യം വേദ അറിഞ്ഞിട്ടില്ല. ദീപ്തി പറയും ഞാൻ വിശ്വസിച്ചു, പോരെ. മോളെ ഒരു പേടി മനസ്സിൽ തോന്നിയപ്പോ അതിന്റെ ഒരു മുന്നറിയിപ്പ് തരാനാ ഞങ്ങൾ വന്നത്, അല്ലാതെ വേദ പറഞ്ഞിട്ട് മോളെ ഉപദേശിക്കാനോ ഗുണദോഷിക്കാനോ അല്ല. ഇത് കേൾക്കുമ്പോഴും ദീപ്തി അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ശ്രീജ പറയും ദീപ്തി കാത്തു നിൽക്കുന്നത് വരുണെന്ന പയ്യനെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എങ്ങനെയുള്ളവനാണെന്ന് ദീപ്തിക്ക് അറിയാലോ അല്ലേ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നയാളെ കുറിച്ച് എനിക്ക് പിന്നെ അറിയാതിരിക്കോ ചേച്ചി? വരുൺ ആരാണെന്നും വരുൺ ആരുടെ മകനാണെന്നും വരുണും വിക്രം ചേട്ടനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. അപ്പോ വിഷം പറയും അത് തന്നെയാ ഞങ്ങളുടെ പേടി. വിക്രത്തോടുള്ള പ്രതികാരം തീർക്കാൻ അവൻ മോളെ മനഃപൂർവ്വം ചതിക്കുന്നതാണെങ്കിലോ? ദീപ്തി ഇങ്ങനെ പുച്ഛത്തിൽ നിൽക്കുമ്പോ ശ്രീജ പറയും സില്ലിയായിട്ട് എടുക്കരുത് ദീപ്തി, പറഞ്ഞാലും കാര്യമില്ലേ? അപ്പൊ ദീപ്തി പറയും എന്തായാലും മുന്നറിയിപ്പിന് നന്ദി പറയാം, മതിയോ? വരുണിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയണ്ട. അത് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ തമ്മിൽ അടുത്തതും. പിന്നെ പ്രതികാരം ആ തോന്നല് ഇപ്പം വരുണിനെ വിക്രം ചേട്ടനോട് പോലും ഇല്ല, പിന്നെയല്ലേ എന്നോട്. പിന്നെ അയാളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ശരിയല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ചേട്ടന്റെ അനിയനെ കുറിച്ചും അത്ര നല്ല അഭിപ്രായമൊന്നും ആയിരുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ വിശ്വം തല താഴ്ത്തും. അതുകൊണ്ട് അനിയൻ നശിപ്പിച്ച എന്റെ ചേച്ചിയുടെ ജീവിതത്തെ ആദ്യം നേരെയാക്ക്, എന്നിട്ടാവാം എന്നെക്കുറിച്ചുള്ള വെറി. അപ്പോഴേക്കും വരുൺ ബൈക്കുമായിട്ട് അങ്ങോട്ട് വരുമ്പോ ദീപ്തി അതിൽ കയറി പോവാണേ. മോളെ എന്ന് അവർ രണ്ടുപേരും വിളിക്കുന്നുണ്ടെങ്കിലും ദീപ്തി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവര് ആകെ വിഷമത്തോടു കൂടെ അവിടെ നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജയും വിഷവും വന്നിട്ട് കാര്യങ്ങളെല്ലാം വേദയോട് പറയണേ. വേദയ്ക്കും നിങ്ങൾ എന്തിനാ പോയത്, ഞാൻ പറഞ്ഞയച്ചതാണെന്ന് അവള് കരുതൂ. അവളുടെ വാശി കൂടെയുള്ളൂ. അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് പോവാണെന്ന് തോന്നിയപ്പോ പറയാതിരിക്കാൻ തോന്നിയില്ല. ഇത് വേദയെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ദീപ്തിയായിട്ട് സംസാരിക്കാന്ന് ഞാൻ ആവശ്യേട്ടനോട് പറഞ്ഞത്. വീട്ടിലറിഞ്ഞോ? വേദ പറയും ഞാൻ പറഞ്ഞിട്ടില്ല. അറിഞ്ഞ വലിയ പ്രശ്നമാവില്ലേ? അപ്പൊ വിശ്വം പറയും എന്തൊരു ചോദ്യ ശ്രീ ചെയ്ത്. വേദ പറയും എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങി പോരുമ്പോ എന്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്റെ വിശ്വാസവും എന്റെ ശരികളും മാത്രമായിരുന്നു എനിക്ക് പ്രധാനം. പക്ഷെ എനിക്കിപ്പോ അത് ഊഹിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദ കരയുമ്പോ ശ്രീജ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം പോകുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരൊക്കെ എതിർത്താലും ഞാൻ അവളോടൊപ്പം നിൽക്കുമായിരുന്നു. ഇതിപ്പോ വിക്രമിനോടുള്ള പകയുടെ പേരിൽ എന്റെ അനിയത്തി അനുഭവിക്കേണ്ടി വന്ന അങ്ങനെ ഒരു അവസ്ഥ വിക്രം ഉണ്ടാക്കില്ല. മലയ്ക്ക് പോയി തിരിച്ചു വന്ന ഈ വിഷയത്തില് വിക്രം ഒരു പരിഹാരം കാണും, ഉറപ്പാ എന്ന് വിശ്വം പറയുമ്പോ വേദ പറയും അതിനുള്ളിൽ അവരെന്തെങ്കിലും തീരുമാനം എടുത്താലോ? അവരുടെ മട്ടും മാതിരി കാണുമ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ശ്രീചെറിയും അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാ ആ കുറ്റവും വേദയുടെ തലയിൽ വന്ന് വീഴില്ലേ? വേദറിയും എന്നെ കുറ്റപ്പെടുത്തുന്ന പോട്ടെ, അവളുടെ ജീവിതം എന്താവും ശ്രീചെടുത്തി? ഒരു തെറ്റും ചെയ്യാതെ മറ്റാരോടുള്ള പകയുടെ ജീവിതം അനുഭവിച്ച് ആ ജീവിതകാലം മുഴുവൻ കഴിയണ്ടേ? ശ്രീജ പറയും എത്ര പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടിക്ക് മനസ്സിലാവില്ലെന്നില്ലല്ലോ എന്നോർത്തിട്ടാ. വേദ പറയും അവളോട് പലതും പറയാൻ എനിക്ക് അവകാശം ഇല്ലാതായി പോയി ശ്രീചെടുത്തി. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നപ്പോ ചേച്ചി ആരോടെങ്കിലും സമ്മതം ചോദിച്ചോ എന്ന മട്ടിൽ അവളിപ്പോ എന്നോട് സംസാരിക്കുന്നത്. വിശ്വം പറയും അത് ഡിഫെൻഡ് ചെയ്യാൻ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് വേദ. യഥാർത്ഥ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാതിരിക്കാൻ അവൾ ആദ്യം വേദയുടെ കാര്യം എടുത്ത് മുന്നിലേക്ക് ഇടുക. ശ്രീജ പറയും വേദ എന്തായാലും ആ കുട്ടിയെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കണം. വിശ്വം പറയും ഇന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മറ്റൊരു കാര്യം തോന്നി, ശരിയാണെന്നറിയില്ല, പക്ഷേ വേദയ്ക്കും എന്താ വിഷയട്ടാ? വിശ്വം പറയും ആ വരുണുമായിട്ടുള്ള ബന്ധത്തിൽ ആ കുട്ടിക്ക് വലിയ പിടിവാശിയുണ്ട്. ആ ബന്ധത്തിൽ തന്നെ തുടരും എന്നൊരു വാശിയുള്ളതുപോലെ അയാളോടുള്ള ഇഷ്ടത്തെക്കാളും പ്രേമത്തെക്കാളും ആ കുട്ടിക്ക് അയാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആയുധമുണ്ട്. അതിന്റെ കാരണം കണ്ടെത്തണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത് വരുൺ ആശുപത്രിയിൽ അത് എന്തുകൊണ്ടാണ് വിക്രം വരുണിനോട് ചെയ്തത് എന്താണെന്നൊക്കെ ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അവനോടുള്ള അവളുടെ ഇഷ്ടം കുറയുന്നില്ലെങ്കിൽ അവിടെ എന്തൊരു മിസ്റ്ററി ഇല്ലേ? ആദ്യം അത് കണ്ടെത്തണം വേദ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം എന്നിങ്ങനെ പറയണേ അവര്. ശേഷം പിന്നീട് കാണിക്കുന്നത് ദീപ്തി വരുണിനോടൊപ്പം ബീച്ചിലേക്ക് പോയിരിക്കണേ. അവരവിടെ ഇങ്ങനെ കൈപിടിച്ച് സംസാരിക്കുക. അങ്ങനെ കൈപിടിച്ച് നടന്നു പോകുമ്പോ
വരുൺ പറയും, അപ്പൊ പ്രതിസന്ധികൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയല്ലേ? ദീപ്തി പറയും, ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ് വരുൺ. നമ്മൾ ആരെങ്കിലൊക്കെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. വരുൺ പറയും, എന്റെ ഭൂതകാലായിരിക്കും അവരുടെ പ്രധാന പ്രശ്നം. പിന്നെ എന്റെ അച്ഛനും. ദീപ്തി പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ വരുൺ ജനിച്ചത് ഈ കടൽ തീരത്ത് വെച്ച് എന്റെ കൈ പിടിച്ച ആ സായന്നത്തിലാ. അന്നു മുതൽ ഇയാളിലൊരു കളങ്കവും ഇല്ല. എനിക്കത് മതി. എന്തേ? അപ്പൊ അരുൺ പറയും, ഒന്നുമില്ല. പ്രേമിക്കുമ്പോ ഒരാളെ കുറിച്ച് മനസ്സിൽ തോന്നുന്നതെല്ലാം പറയാൻ പാടില്ല. ദീപ്തിക്കും അതെന്താ? തോന്നലിന്റെ ഭംഗി പോവും. ദീപ്തി പറയും, അത് ഒളിപ്പിച്ചു വെക്കുന്നത് വഞ്ചനയല്ലേ? വരുൺ പറയും, ആരൊളിപ്പിച്ചു വെക്കുന്നു? അത് പറയാൻ ഭാഷ വേണ്ട, നോട്ടം മതി. എന്റെ കണ്ണുകൾ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? ദീപ്തി പറയും, കേൾക്കുന്നില്ല, പക്ഷേ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകും. വരുൺ പിന്നാലെ വിടും. അങ്ങനെ കളിച്ച് രസിച്ച് അവര് പ്രണയിക്കാണ്. ഈ സമയം ഇതെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ട്. വേറെ ആരുമല്ല, ചന്ദ്രശേഖരൻ. ഇങ്ങനെ ഇത് കണ്ടതും ഞെട്ടിപ്പോവാണ്. ആദ്യം മനസ്സിലാവുന്നില്ലായിരുന്നു ദീപ്തിയാണെന്ന് മനസ്സിലാവുന്നതും ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ദീപ്തി കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദയാണ്. വേദയും ദർശനും കൂടെ ഇങ്ങനെ സംസാരിക്കണേ. അങ്ങനെ സംസാര വിഷയം ദീപ്തിയുടെ കാര്യത്തിൽ ചെന്ന് വിടും. ദീപ്തിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് വരുണാണെന്നും അറിയുമ്പോ ദർശനം ഞെട്ടിപ്പോകും. വിക്രം ഇടപെട്ടാലോ? ഈ സമയത്ത് മാലയിട്ട് വ്രതം നോറ്റ് നിൽക്കുന്ന സമയം അത് ജയിച്ചൂടാ. മാത്രമല്ല വിക്രം ഇപ്പോ അത് വെച്ചെന്നോട് വില വീശാണ്. അതെങ്ങനെ? വേദ പറയും, ഈ പ്രശ്നം ശ്രീനിവാസിനെ കൊണ്ട് അവസാനിപ്പിച്ചു തരാം. പകരം ഞാൻ കേസിൽ നിന്ന് പിന്മാറണമെന്ന്. ദർശൻ പറയും, അതൊരിക്കലും ചെയ്യരുത് വേദ. തനിക്ക് വലിയൊരു മൈലേജ് കിട്ടാൻ പോകുന്നൊരു കേസായത്. വേദ പറയും, എനിക്കറിയാം. അപ്പൊ ദർശൻ പറയും, ഞാനൊരു കാര്യം പറയട്ടെ. താൻ ഈ വാസവന്റെ വീട്ടിൽ ചെല്ലേ, എന്നിട്ട് അയാളോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ഒരിക്കൽ താൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ലേ? അവരിടപെട്ടാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഉറപ്പാ? വേദ പറയും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ ശ്രീജയത്തിയുടെ ഫ്രൂട്ട് പ്രൊഡക്ഷനിലാണ് കേട്ടോ. അവിടെ അച്ചമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. കമലയും ശ്രീജയും കൂടെ ചിലത് പാക്ക് ചെയ്യാണ്. മാഷി വന്ന് അച്ചമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം എടുത്ത് കഴിക്കുക. ചൂടുണ്ട് സുധാകര എന്ന് അച്ചമ്മ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ച മാഷി പറയും, ഈ കൂട്ട് പഠിച്ചു വെച്ചോ ശ്രീജയ്, ഇത് മാർക്കറ്റിൽ ഹിറ്റാവും. അപ്പൊ ശ്രീജ പറയും, അച്ചമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് ഉണ്ടാക്കി നോക്കണം. നന്ദിനി എവിടെ? ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കമല പറയും, ഒരു കഷ്ണം വെള്ളരി നുറുക്കാൻ കൊടുത്തിരുന്നു. അച്ഛമ്മ പറയും, എങ്കിൽ പിന്നെ അന്ത്യാവോളം അതുമായി ഇരുന്നോ, ഇവിടെ ഒന്നും ചെയ്യാതെ കഴിയാലോ. ഇവിടെ നമ്മളൊക്കെ ഇല്ല അച്ഛമ്മേ, അതുപോലെ. മാഷി പറയും, അല്ലെങ്കിൽ അമ്മ അവളെ നിർബന്ധിച്ചൊന്നും ചെയ്യാതെ നിൽക്കണ്ട. ഇത് ശ്രീജ തുടങ്ങിയ ബിസിനസ്സാ, അത് അവള് തന്നെ നോക്കി നടത്തിക്കോളൂ. സഹായിക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ, തൽക്കാലം അത് മതി. പിന്നെ കച്ചവടം വലുതായ ഒരാളെ ജോലിക്ക് നിർത്താം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷം മാർക്കറ്റിൽ സാധനം കൊണ്ടുകൊടുത്ത് തിരിച്ചു വന്നിരിക്കുക കേട്ടോ. കയ്യിലെന്തോ കവറുകളൊക്കെ ഉണ്ട്. നേരെ ഇവരുടെ കുക്കിംഗ് സ്ഥലത്തേക്കാ വന്നിരിക്കുന്നത്. ശ്രീജയ്ക്കും എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞോ. കച്ചവടക്കാരൊക്കെ പറയുന്നത് ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നാണ്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാകും. നിന്റെ കയ്യിലെന്താടാ എന്ന് മാഷോ. ഇത് ശ്രീജ പറഞ്ഞ് ഏൽപ്പിച്ചതാ എന്ന് പറഞ്ഞ് ശ്രീജയുടെ വിളിച്ചത് കയ്യിലേക്ക് കൊടുക്കും. അച്ഛമ്മയ്ക്കും, എന്താ മോനെ ഇത്? ശ്രീജ പറയും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ശ്രീജ തന്നെ കൊടുക്കും. 3 പേരും വാങ്ങിക്കും. ഇതെന്താ ഡ്രസ്സോ? കൊള്ളാലോ എന്ന് അച്ഛമ്മ പറയും. മാഷോയ്ക്കും, എന്തിനാ ഇപ്പത് ഞങ്ങക്ക് വാങ്ങിച്ചത്? കമലയും പറയും, അതെ, വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ ചെലവാക്കിയ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? ശ്രീജ പറയും, സാരമില്ലമ്മേ, ആദ്യത്തെ കളക്ഷൻ കിട്ടുമ്പോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നേ ഞാൻ ആദ്യം ഉറപ്പിച്ചതാ. അതെന്തൊരു സന്തോഷമാണെന്ന് വെച്ചാൽ മതി. മാഷി പറയും, അതിൽ വിരോധമില്ല ശ്രീജയ്. സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിനെ നീ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അഭിമാനം തന്നെയാ. പക്ഷെ അതിനുള്ള സമയമായില്ലല്ലോ, തുടങ്ങിയതല്ലേ ഉള്ളൂ. ശ്രീജ പറയും, എല്ലാ ആവശ്യവും കഴിഞ്ഞ് ബാക്കി വരുന്നത് കൊണ്ട് ചെയ്യാൻ വെക്കേണ്ടതല്ല ഞാൻ ചെയ്തത്. ഇതാണ് എനിക്ക് ആദ്യം വേണ്ടിയിരുന്നത്. കഴിഞ്ഞ എത്രയോ വർഷമായി അച്ഛൻ തന്നെയല്ലേ എന്റെ കാര്യങ്ങളെല്ലാം നോക്കാറ്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോ ആദ്യം നിങ്ങളെ തന്നെയല്ലേ ഓർക്കേണ്ടത്. ഇത് കേൾക്കുമ്പോ മാഷിന് വലിയ സന്തോഷമാവുന്നുണ്ട്, അഭിമാനവും. അച്ഛൻ പറയും, അത് നല്ലതാ മോളെ, അത് നന്നായി. ഇതിന്റെ ഗുരുത്വം നിനക്ക് എന്നും ഉണ്ടാവും. വിഷം പറയും, കൂട്ടത്തില് ഞാൻ മോൾക്ക് ഒരെണ്ണം വാങ്ങി. ഈ വെള്ളിയാഴ്ച മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നാലോചിക്കാം. വീക്കെൻഡ് 2 ദിവസം നമ്മളോടൊപ്പം നിൽക്കട്ടെ. അച്ഛമ്മ പറയും, എങ്കിൽ അടുത്ത ആഴ്ച കുറച്ച് ദിവസം ലീവ് എടുക്കട്ടെ, നമുക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി വരാം. വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു തീർത്ഥാടനം നല്ലതാ. മാഷി പറയും, അതെ, എല്ലാരും കൂടെ ഒന്നിച്ച് പോകുന്നത് നല്ലതാ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഇവിടെ ഇപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരൻ ശങ്കരന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ശ്രീകാന്ത് കാണുകയാണ്. അച്ഛാ എന്ന് പറഞ്ഞ് നല്ല സ്നേഹത്തിലടുത്തേക്ക് ചെല്ലും. അച്ഛനുണ്ടോടാ? ഉണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോകാൻ തുടങ്ങുമ്പോ അതിനു മുന്നേ നീ പുറത്തേക്ക് വാ എന്ന് നല്ല ദേഷ്യത്തിൽ പറയാം. കലി തുള്ളിയിട്ട് അങ്ങനെ നിൽക്കുന്നത്, നിന്ന് തിരിയാതെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നീ ചുറ്റിക്കളിയുള്ള പെണ്ണിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രണയമായിരുന്നു. അന്ന് നിന്റെ അച്ഛൻ നിർബന്ധിക്കേണ്ടി വന്നപ്പോ അത് ഉപേക്ഷിച്ചതാണ്. അപ്പൊ എടുത്ത ഫോട്ടോ ആണെന്നല്ലേ? നെറികെട്ടവനെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചിട്ട് പറയും, എന്നിട്ടാണോ എന്റെ മോളെ പ്രസവത്തിന് കൊണ്ടുപോയപ്പോ അവളുടെ കൂടെ കണ്ട മാളിൽ ചുറ്റിക്കറങ്ങിയത്? പതുക്കെ അച്ഛാ,
അകത്ത് അച്ഛനും അമ്മയും കാണും, ഷർട്ടൊന്ന് കൈയെടുക്ക്. എങ്കിൽ ഞാൻ അകത്ത് പോയിട്ട് പിടിക്കാം, അവരും കൂടി കാണട്ടെ, കേൾക്കട്ടെ. അതച്ഛൻ നാളുകൾക്ക് ശേഷം അവൾ എന്നെ വിളിച്ചത് ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയതാ. ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ നീ അലിഞ്ഞു പോയല്ലേടാ. എന്നെ വിളിക്കരുത് കാണരുതെന്ന് പറയാൻ തന്നെയാ പോയത്. ചന്ദ്രശേഖരൻ പറയും, എന്നിട്ട് അവൾ അങ്ങനെയല്ലോ പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫോളോ ചെയ്ത് നീയാണ് അവളുടെ പിന്നാലെ നടന്നതെന്നാണല്ലോ. ശ്രീകാന്ത് പറയും, അയ്യോ അച്ഛൻ സത്യമായിട്ടും അങ്ങനെയല്ല, പോക്രിത്തരം കാണിച്ച് കള്ളം പറഞ്ഞാലേ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റി കളയും. ശ്രീകാന്ത് പറയും, സോഷ്യൽ മീഡിയയില് ഫോട്ടോയ്ക്ക് ലൈക്ക് കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ അച്ഛാ? നീ അത്രമാത്രം ചെയ്തിട്ടുള്ളല്ലേ, പറ്റിപ്പോയച്ച. ഇനി ഇങ്ങനെ ചോദിച്ചെന്നെ നാണം കെടുത്തല്ല അച്ഛാ. നാണുണ്ടായിരുന്നെങ്കിൽ നീ ഈ പണി ചെയ്യുന്നടാ. ഞാൻ ആ പെണ്ണിനെ അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി കണ്ടിരുന്നു. അവളും ഭർത്താവും പ്രോബ്ലത്തിലായിരുന്ന സമയത്ത് ഒരു ഇമോഷണൽ സൊളാഷ് ആയിരുന്നു നീ എന്ന് അവൾ പറഞ്ഞത്. ഇമോഷണൽ സൊളാഷ്, വൈകാരിക ആശ്വാസം. നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വൈകാരിക ആശ്വാസം കൊടുക്കാൻ നീ ആരാടാ ഊളെ? ശ്രീകാന്ത് പറയും, അച്ഛ പ്ലീസ്, അവർക്ക് കേൾക്കും, ഞാൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും വരാം, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, തല്ലിക്കോ, പക്ഷെ ഇവിടെ വെച്ച് ഒന്നും പറയില്ലേ. എനിക്ക് അവളായിട്ടൊരു അടുപ്പുണ്ടായിരുന്നുള്ളത് സത്യം തന്നെയാണ്. ഫോട്ടോ എടുത്തു, അല്ലാണ്ട് വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അച്ഛാ. വർഷയെ കല്യാണം കഴിച്ചതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിനെ ലൈക്ക് ചെയ്യുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു വെച്ചാൽ. പിന്നെ നാളുകൾക്ക് ശേഷം വർഷ ഡെലിവറിക്ക് പോയപ്പോഴാ കണക്ഷൻ വന്നത്. നേരിൽ കാണുന്ന അവൾക്കായിരുന്നു വാശി, അങ്ങനെയാ മാളിൽ വെച്ച് കണ്ടത്. ഇനി ഒരിക്കലും കാണില്ലെന്ന് അന്നേരം ഞാൻ പറയുകയും ചെയ്തു. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശങ്കരൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീടുള്ള പ്രമോല് കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ ചെല്ലുന്നതും വരുൺ വേദയോട് തന്നെ ദീപ്തിയായിട്ട് ഒന്നിക്കാൻ അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ ഇങ്ങനെ നല്ല ആത്മാർത്ഥമായിട്ട് പറയണേ. വേദയ്ക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോയിലുള്ളത്. പ്രൊമോ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്